രാസലഹരി ഉൾപ്പെടെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും വിതരണ ശൃംഖലയും നാടെങ്ങും വിപുലപ്പെടുന്ന കാലത്ത് ലഹരി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് പടന്ന എടച്ചാക്കി ബദർ മസ്ജിദ് പരിപാലന കമ്മിറ്റി പള്ളി പരിസരത്ത് സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടിയിൽ യുവാക്കളും കുട്ടികളും രക്ഷിതാക്കളും ഉൾപ്പെടെ പ്രദേശവാസികൾ ഒന്നടങ്കം പങ്കെടുത്തു. വന്ധ്യതാ ചികിത്സാ രംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ IVF സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ്. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ബാങ്ക് റോഡ്, കാസർഗോഡ്. മസ്ജിദ് പരിധിയിലുള്ള കുടുംബനാഥന്മാരും വീട്ടമ്മമാരും യുവതി യുവാക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടുന്ന പ്രദേശത്തുള്ള മഹൽ നിവാസികളെ ഒരുമിച്ച് ചേർത്താണ് ബോധവൽക്കരണ പരിപാടി നടത്തിയത്. പല ഗ്രാമങ്ങളിലും പുതിയ തലമുറയ്ക്കിടയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് മാരക വിപത്തിനെതിരെ പുണ്യ റമളാനിൽ ബദർ മസ്ജിദ് പരിപാലന കമ്മിറ്റി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. പള്ളി പരിസരത്ത് സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് ചന്തേര പോലീസ് ഇൻസ്പെക്ടർ K. പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. VK ഹനീഫ ഹാജി അധ്യക്ഷത വഹിച്ചു. ഹോസ്തൂർ ബ്രാഞ്ച് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ KP അബ്ദുൽ സലാം ക്ലാസ് എടുത്തു. ഏറ്റവും കൂടുതൽ ക്രൈമുകൾ രജിസ്റ്റർ ചെയ്തത് രാത്രികാല ഫുട്ബോൾ വന്നതിന് ശേഷമാണ്. ലഹരി ഉപയോഗിക്കാനും ലഹരി വിൽപ്പന ചെയ്യാനും വേണ്ടിയിട്ട് നല്ല സമയമാണ്. നമ്മൾ വീട്ടിൽ പറയും, രക്ഷിതാക്കളോട് പറയും, ഉമ്മമാരോട് പറയും, എനിക്ക് കളിയുണ്ട് അല്ലെങ്കിൽ എനിക്ക് കളി കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഇവർ നേരെ പോകും. നമ്മുടെ രക്ഷിതാക്കൾ ചെയ്യുന്ന പണി എന്തറിയാം? ചാവി മക്കളെടുത്ത് കൊടുക്കും. എന്താ, നമ്മളെ മക്കൾ 2 മണിക്ക് വരുന്നത് അല്ലെങ്കിൽ 3 മണിക്ക് വന്നാൽ എന്ത് ചെയ്യും? ഇവിടെ ഉറക്കമില്ലായ്മ സംഭവിക്കും, അല്ലേ? അതുകൊണ്ട് സ്ഥിരമായിട്ട് അധികം കുട്ടികൾ നമ്മളോട് പറഞ്ഞ വിഷയമാണ്. കുട്ടികൾ പറഞ്ഞത് അത് മാത്രമല്ല, ഈ കുട്ടികളുടെ റൂം പക്ഷേ ഇരുനിലയാണെങ്കിൽ അവരുടെ റൂം മുകളിലായിരിക്കും. നമ്മുടെ മക്കൾ എന്ത് ചെയ്യുന്നത് എന്ന് നമ്മൾ അറിയുന്നില്ല. ഇസ്മായിൽ സാദി, KMK മുഹമ്മദ് കുഞ്ഞി, N. ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. തുടർ പ്രവർത്തനങ്ങൾക്ക് പ്രദേശം കേന്ദ്രീകരിച്ച് പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ രക്ഷാധികാരികളായി ജാഗ്രതാ സമിതിക്ക് രൂപം നൽകി. VK ഹനീഫ ഹാജി ചെയർമാനും ഇസ്മായിൽ സഅദി വൈസ് ചെയർമാനും, U. ഷെരീഫ് ജനറൽ കൺവീനറും, N. ഇബ്രാഹിം, KPC സുഹൈർ, TK നാസർ എന്നിവർ ജോയിന്റ് കൺവീനർമാരുമായാണ് 20 അംഗ ജാഗ്രതാ സമിതി രൂപീകരിച്ചത്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.